ഹായ് മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2ലേക്കാണ് പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്, ഗുണന സമവാക്യങ്ങളായിരുന്നു നമ്മുടെ ചാപ്റ്റർ. നമ്മൾ പേജ് 66ലെയും 67ലെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കോൺസെപ്റ്റിൻ്റെ പേരാണ് ജനറൽ ഫോം അഥവാ പൊതുരൂപം, പൊതുതത്വം എന്നാണ് നമുക്ക് വിളിക്കുന്നത്. ഇത് 8ാം ക്ലാസ്സിൽ ഓൾറെഡി അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് മക്കൾ കണ്ടിട്ടാണ്, ശീലിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം വേണ്ട കുറച്ച് ജനറൽ ഫോമുകൾ ഞാൻ കാണാതെ പഠിക്കാനുള്ളത് പറഞ്ഞു തരികയും ചെയ്യാം. മോറോവർ നിങ്ങൾ പുതിയ ഒരു ജനറൽ ഫോം മേക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പഠിപ്പിച്ചു തരികയും ചെയ്യാം. ഓക്കേടാ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പറുകളുടെ ജനറൽ ഫോം എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട. ഒറ്റ സംഖ്യകളുടെ ജനറൽ ഫോം പഠിച്ചു വെച്ചോളൂ. 2n+1 ആണ് ജനറൽ ഫോം. 2n+1 എന്ന് പറയുന്നതാണ് ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം. അടുത്തത് ചോദിക്കുന്നത് ഈവൻ. ഈ 2n+1 n എന്ന് പറയുന്നത് 0 മുതൽ അങ്ങോട്ടേക്ക് പോകുന്ന ഏത് സംഖ്യകളും ആവാം കേട്ടോ. ശരി, അടുത്ത ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യകളാണ്. 2n, 2n അഥവാ ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പറിന് 2n ആണ്. അടുത്തത് മൾട്ടിപ്പിൾസ് ഓഫ് 3, 3ൻ്റെ ഗുണിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ 3n ആയിരിക്കും. 4ൻ്റെ ആകുമ്പോൾ 4n. അപ്പോൾ മക്കൾക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാവും. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ 5n, 6ൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ 6n. ഇങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക. എടാ, 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 2n. മക്കളെ, അത് വേറൊരു സ്ഥലത്തോടെ മക്കൾക്ക് എഴുതിയത് കാണാൻ വേണ്ടി സാധിക്കും. ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് ആരാണ്? 2ൻ്റെ ഗുണിതങ്ങൾ കൂടിയാണ്, 2ൻ്റെ മൾട്ടിപ്പിൾസ് കൂടിയാണ്. അതുകൊണ്ടാണ് 2n എഴുതിയത്. ഓക്കെ, ഇനി നമുക്കൊരു 9ാം ക്ലാസ്, ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടാണ്. നമുക്കൊരു 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നോക്കിയേട്ടാ, നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരുന്ന സംഖ്യകൾ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ആവുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n ആണ്. അയാളുടെ മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണെന്ന്. റിമൈൻഡർ വരേണ്ട ആൾ 4n+1. ഇങ്ങനെയാണ് മക്കൾ എഴുതുക, 4n+1. അതിനാണ് അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാം, മക്കൾ ശ്രദ്ധിക്കണേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരിക. 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരിക. എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക? 3n+2 എന്നായിരിക്കും എഴുതുന്നുണ്ടാവുക. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ, സിമ്പിളായിട്ട് എഴുതാമല്ലോ. നോക്കി, അതേപോലെ 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരിക, റിമൈൻഡർ വരിക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരിക. നമ്മൾ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? 4n+2 എന്നായിരിക്കും എഴുതേണ്ടത്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരും. നമ്മൾ എങ്ങനെയായിരിക്കും മക്കൾ എഴുതുന്നുണ്ടാവുക? 6n+1. അത്രയും സിമ്പിളാണ് ഈ ജനറൽ ഫോം, പൊതുരൂപം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. റെഡിയാണല്ലോ. ഇയാളുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതാ, ചോദ്യങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗെസ് എ ജനറലൈസേഷൻ ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ആൾജിബ്ര. ചുവടെ പറയുന്ന ഓരോ കാര്യവും പല സംഖ്യകളെടുത്ത് പരിശോധിക്കുക, അവയിൽ നിന്ന് പൊതുവായൊരു തത്വം ഊഹിക്കുക, ഊഹിച്ചത് ശരിയാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് ആൾജിബ്ര വർക്ക് ചെയ്ത് നോക്കണം, വിശദീകരിക്കുക, തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3, the product of two numbers, one of which leaves remainder 1 on division by 3 and other remainder 2. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. അത്യാവശ്യം ചെയ്യാനുണ്ട്. ഓരോ ആളുകളായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കി നോക്കാം. എടാ, ആദ്യം നമ്മളോട് പറയുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്, ആണല്ലോ. റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3, 1 ആവുന്ന, ഡിവിഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആളെ കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം ഞാനൊന്ന് എഴുതണ മക്കളെ ശ്രദ്ധിച്ചോട്ടോ. നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ. ആദ്യം എത്രയാണ് മക്കളെ റിമൈൻഡറിനെ കുറിച്ച് പറഞ്ഞ ശിഷ്ടം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1 ഓൺ ഡിവിഷൻ ബൈ 3. 1 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മലയാളം മീഡിയക്കാർ എഴുതേണ്ടത് 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എടാ, അതെങ്ങനെ എഴുതുക? സിമ്പിളായിട്ട് ജനറൽ ഫോം എഴുതാൻ. അപ്പോൾ മക്കൾക്കറിയാം അയാളുടെ ജനറൽ ഫോം 3n+1 ആണെന്ന് എഴുതേണ്ട കാര്യം അറിയാം. പക്ഷെ ആദ്യം നമ്മൾ ചാടിക്കയറി ജനറൽ ഫോം അല്ലല്ലോ എഴുതരുത്. നമുക്കത് 3-4 സംഖ്യകൾ വർക്കിംഗ് ആണോ നോക്കിയിട്ട് വരണ്ടേ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം മക്കളെ 3ൻ്റെ ഞാൻ എഴുതുന്നൊരു ടെക്നിക്ക് മക്കളെ ശ്രദ്ധിച്ചു. 3ൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ്? 3, 6, 9, 12 എക്സെട്ര. ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇവരെയാണോ വേണ്ടത്? അല്ല. ഇയാളെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവർക്ക് തൊട്ടടുത്തുള്ള ആളുകൾ എഴുതിയാൽ മതി. എത്ര നമ്മളോട് റിമൈൻഡറിനെ കുറിച്ച് പറഞ്ഞ് 1 കിട്ടണമെന്നല്ലേ. അപ്പോൾ ഇവരോടൊക്കെ 1 കൂട്ടിയ ആളുകളെ മക്കൾ എഴുതുക. അപ്പോൾ എങ്ങനെയായിരിക്കും മാറുന്നുണ്ടാവുക? 4, 7, 10,
13 എക്സെട്ര. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സീക്വൻസ് മാറുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മെയിൻ ആളെ എഴുതി ഇങ്ങോട്ടേക്കൊക്കെ മാറ്റിയിട്ടൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ നേരിട്ടൊരു പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആദ്യമേ ഇവരെ എഴുതാൻ പാകത്തിലേക്ക് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു തവണ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താം, അയാൾ റിമൈൻഡർ തരുന്നത് 4 തന്നെയല്ലേ എന്ന്, സോറി, റിമൈൻഡർ ശിഷ്ടം മിച്ചം വരുന്നത് 1 തന്നെയല്ലേ എന്ന് വേണേൽ നമുക്കൊന്ന് ഉറപ്പ് വരുത്തി വെക്കാം. നോക്കിയേ, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു പ്രാവശ്യമുള്ളതെന്ന് അറിയാം, റിമൈൻഡർ 1 ആണ്, സെറ്റാണ്. ഇനി അതേപോലെ അടുത്ത നമ്പർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 പ്രാവശ്യമാണ്, അവിടെ റിമൈൻഡർ സിസ്റ്റം 1 തന്നെയാണ്. 10നെ ഒന്ന് മക്കൾ നോക്കി നോക്കിയോടാ, 3 ആണ് അല്ലേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ 1 ആണ് സിസ്റ്റം, അപ്പോൾ സെറ്റാണ്. നമ്മൾ എഴുതിയത് വളരെ ശരിയാണ്. ആ ഒരാളെക്കുറിച്ച് മാത്രമാണോ പറഞ്ഞത്? 1 മിച്ചം വരുന്ന സംഖ്യ, അതേപോലെ തന്നെ 2 മിച്ചം വരുന്ന സംഖ്യ. ഇനി റിമൈൻഡർ 2 കിട്ടുന്ന ആളെ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതാം. numbers which leave remainder 2 on division by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ കിട്ടും. എടാ, ഞാൻ നേരത്തെ എഴുതിയ അതേ ടെക്നിക്കാട്ടോ ഉപയോഗിക്കുന്നത്, ഞാൻ അങ്ങനെ ശീലിച്ചു. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതും, 3, 6, 9, 12 എക്സെട്ര. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യടാ, എനിക്ക് 1 റിമൈൻഡർ അല്ല വേണ്ടത്, എനിക്ക് വേണ്ട റിമൈൻഡർ എത്രയാണ് മക്കളെ, 2 ആണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ ടേംസിനോടും ഞാൻ എന്ത് കൂട്ടി എഴുതും, 2 കൂട്ടി എഴുതും. 3ന് പകരം ഞാൻ അവിടെ 5 കൊണ്ടുവരുന്നു, 3ന് പകരം ഞാൻ അവിടെ 5 കൊണ്ടുവരുന്നു, 6ന് പകരം അവിടെ 8 കൊണ്ടുവരുന്നു, 9ന് പകരം ഞാൻ അവിടെ 11 കൊണ്ടുവരുന്നു, 12ന് പകരം ഞാൻ അവിടെ 14 കൊണ്ടുവരുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, നേരത്തെ എഴുതിയ ആളെ റൈസ് ചെയ്യുന്നു, ഇത് സൈഡ് കോളത്ത് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ശരി, ഇങ്ങനെയാണ്. നമുക്ക് എന്നാലും എഴുതിയത് ശരിയല്ലേ നമുക്ക് നോക്കി നോക്കണം കേട്ടോ. 5നെ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1 പ്രാവശ്യമാണ്. ഓക്കെ, വെരി ഗുഡ്, സിസ്റ്റം റിമൈൻഡർ 2 ആണ്. ഇനി 8നെ ഞാനൊന്ന് എഴുതി വെക്കുന്നു, 2 പ്രാവശ്യം പോസിബിൾ ആണെന്ന് എനിക്കറിയാം അല്ലേ, അവിടെ റിമൈൻഡർ വരുന്നത് 2, അപ്പോൾ ഞാൻ എഴുതിയത് ശരിയാണ്. ഇനി 11നെ ഞാനൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ മക്കളെ, 3 പ്രാവശ്യം ഉണ്ടാവുക എന്ന് എനിക്കറിയാം, സിസ്റ്റം 2 ആണ്, അപ്പോൾ ഞാൻ എഴുതിയത് ശരിയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ മക്കളെ നോക്കടാ, ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവരുടെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം. ഞാനത് നമുക്ക് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ, എക്സാമ്പിൾ നമ്പർ 1. എടാ, ഞാനിവിടെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കടാ, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു, മക്കൾ ആര് ചെയ്താലും മതി കേട്ടോ, 4നെ പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യാം, 7 അങ്ങനെ ഇന്ന ഓർഡറിൽ ആദ്യത്തെ ആളെ മാത്രം ഇൻറ്റു ചെയ്യാൻ വേണ്ടി പാടുന്ന റൂളൊന്നുമില്ല കേട്ടോ. ഞാൻ തൽക്കാലത്തേക്ക് ഓർഡറിലാണ് പോകുന്നത്. ഞാൻ ആദ്യത്തെ നമ്മളെ റിമൈൻഡർ 1 തരുന്ന കേസിൽ നിന്ന് 4നെ എടുക്കുകയാണ്, റിമൈൻഡർ 2 തരുന്ന കേസിൽ നിന്ന് 5 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ 4 × 5 ചെയ്തു. എനിക്ക് ആൻസർ കിട്ടിയത് എത്രയും മക്കളെ, 20 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടിയത്. ഈ കാണുന്ന ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു. ഈ കാണുന്ന പ്രോഡക്റ്റില്ലേ 20 കിട്ടിയ അയാളെ മക്കൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ആരാന്നാണ് ചോദിച്ചു. ആയിക്കോട്ടെ, നമുക്ക് നോക്കി നോക്കാം. 20 ഉണ്ടല്ലോ ഇവിടെ. ഞാൻ ഈ കാണുന്ന 20യെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എനിക്കറിയാം 6 ടൈംസ് ആണ് അവിടെ ഉള്ളത്. 6 × 3 18 ആണ്. 18 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടേണ്ട റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ഈ 2 തന്നെയാണോ എല്ലാ സ്ഥലത്തും എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, നോക്കാം. ഞാനൊരു എക്സാമ്പിൾ നമ്പർ 2 വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. എക്സാമ്പിൾ 2. എടാ, നേരത്തെ ഞാൻ ഈ 2 ആൾക്കാരെല്ലാം എടുത്ത് ഞാൻ ഇപ്രാവശ്യം ഒരു മാറ്റാവട്ടെ. ഞാൻ ഇപ്രാവശ്യം 7ഉം 8ഉം ആണ് മറിച്ചെടുക്കുന്നത്. നോക്കി നോക്കടാ, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 7 × 8 എന്ന പ്രാവശ്യം എഴുതിയിട്ടുള്ളത്. ഓക്കെ, 56 എന്ന ആൻസർ കിട്ടുക. സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കാണുന്ന 56നെ ഞാൻ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണടാ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 5ൽ ഒരു പ്രാവശ്യമാണ്, ബാലൻസ് അവിടെ 2 ആണ് വരിക. ഞാൻ ആ 6നെ ഇറക്കിയിട്ടുണ്ട്. 8 ടൈംസ് ആണ്, 24 ആണ്. റിമൈൻഡർ ആരാടാ, 2 തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് സെവറൽ നമ്പേഴ്സിന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 2 നമ്പറുകളിൽ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ചോദ്യം കഴിഞ്ഞില്ല. ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾജിബ്ര. ബീജഗണിതം ഉപയോഗിച്ച് അയാളെ തെളിയിക്കാൻ വേണ്ടി കൂടെ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കാണുന്ന ഓരോ ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് അവസാനിക്കുമ്പോൾ റിമൈൻഡർ 2 ആണോ കിട്ടുക എന്നുള്ളൊരു സാധനം നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓൾജിബ്ര പാർട്ടിലേക്ക് പോവുകയാണ്. ഓൾജിബ്ര പാർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഇയാളെ മൈനസ് ചെയ്ത് എല്ലാവരെയും ഇവിടുന്ന് എടുത്ത് കളയുന്നുണ്ട്. നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 on division by 3. ഇയാളുടെ ജനറൽ ഫോം എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചാണല്ലോ മക്കളെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം ലഭിക്കുന്ന ആള്, 1 റിമൈൻഡർ വരുന്ന ആള് 3n + 1 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ 2 റിമൈൻഡർ വരുന്ന ആളെ എഴുതാനുള്ള രീതി നമുക്കറിയാലോ. ആരായിരിക്കും 3n + 2 എന്നായിരിക്കും എഴുതുന്നുണ്ടാവുക.
മക്കളെ ഇവിടുന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്തു, ഇവിടുന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്തു, അവരെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്ത ആദ്യത്തെ പരിപാടി ഉണ്ടായിരുന്നു. വെയിറ്റ് നോക്കാം നമുക്ക്. ഞാനും ആദ്യം നേരത്തെ പോലെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ ഇയാൾ ഇൻറ്റു ഇയാൾ, ഈ കാണുന്ന ആളുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആണോ അല്ലയോ? അപ്പോൾ 3n+1 ഇൻറ്റു 3n+2 എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക, എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. നോക്കി നോക്കുക അല്ലേ. ആദ്യം ചെയ്യാനുള്ള ആളാരാണ്? 3n ഇൻറ്റു 3n, 3 ഇൻറ്റു 3 9 ആണ്, n ഇൻറ്റു n ആണ്. അപ്പോൾ ഞാൻ അവിടെ എഴുതുന്നത് ശ്രദ്ധിക്കണം, 9n² എന്നാണ് എഴുതുന്നത്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 3n ഇൻറ്റു 3n ചെയ്താൽ 3 ഇൻറ്റു 3 ആണ്, ഈ 3 ഇൻറ്റു 3 ആണ് 9 എന്ന് എഴുതിയത്, n ഇൻറ്റു n-നെയാണ് n² എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പ്ലസ് കഴിഞ്ഞിട്ടില്ല. 3n ഇൻറ്റു 2, 2 ഇൻറ്റു 3 6 ആയതുകൊണ്ട് അയാളെ ഞാൻ 6n എന്ന് എഴുതുന്നുണ്ട്, പ്ലസ്. അപ്പോൾ 3n-ഉമായിട്ട് നമ്മൾ രണ്ട് സ്ഥലത്തെയും കണക്ട് ചെയ്തു. ഇനി 1-ൻ്റെ ഭാഗമായിട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. 1 ഇൻറ്റു 3n ചെയ്താൽ കിട്ടേണ്ട ആൾ 3n ആണ്, പ്ലസ് അതുപോലെ തന്നെ 1 ഇൻറ്റു 2 ചെയ്താൽ കിട്ടേണ്ട ആൾ 2 എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 9n² പ്ലസ്. മക്കളെ ശ്രദ്ധിക്കണടാ, ഈ കാണുന്ന 6n-ഉം 3n-ഉം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ അയാളെ 9n എന്ന് എഴുതുന്നുണ്ട്, +2 എന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത് മാത്രം മതിയോ? പോരാ, നമുക്ക് ഈ കാണുന്ന നമ്പറിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും വേണടാ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഓൺ ഡിവൈഡിങ് ഇറ്റ് ബൈ 3 3 കൊണ്ട് ഹരിച്ചാൽ അല്ലേ, നമുക്ക് നോക്കി നോക്കാം, ചെയ്ത് നോക്കാം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എടാ 9n² പ്ലസ് 9n+2 ഡിവൈഡഡ് ബൈ 3 എന്നല്ലേ ചെയ്യാനുണ്ടാവുക. ഇതിൽ ഓരോ ടേമും ഡിവൈഡ് ചെയ്യപ്പെടണം മക്കളെ. 9n²/3 പ്ലസ് 9n/3 +2/3 ആണോ അല്ലയോ? മക്കളെ എവിടെയൊക്കെ ക്യാൻസലേഷൻ നടക്കുമെന്നുള്ള കാര്യം മക്കളൊന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കി. 3ഉം 9ഉം വെട്ടി ഇവിടെ 3 ആവുന്നുണ്ട്, 3ഉം 9ഉം വെട്ടി ഇവിടെ 3 ആവുന്നുണ്ട്. ഈ കാണുന്ന ഭാഗത്തായിരിക്കുമല്ലോ ആര് നടക്കാതിരിക്കുക? ഡിവിഷൻ നടക്കാതിരിക്കുക. കാരണം അത് ചെയ്താൽ എന്തായാലും പോയിന്റ് വരും, ബാക്കി വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ബാക്കി വരുന്ന ആൾ ആരായിരിക്കും അറിയോ? നമ്മൾ ആ മുകളിൽ എഴുതി വെക്കുന്ന ന്യൂമറേറ്റർ ആയിരിക്കും. അത്ര എഴുതിയാൽ മതി മക്കള്. റിമൈൻഡർ = 2 എന്ന് മക്കൾക്ക് ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുടെ ന്യൂമറേറ്ററിനെ അംശം ആയിരിക്കും നമുക്ക് ആര് എന്ന് പറയുന്നതാ ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അവിടെ ചെയ്ത് തീർക്കുകയാണ്. അതേ പാറ്റേണിൽ രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 4. The product of two numbers, one of which leaves remainder 1 on division by 4 and other remainder 2. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. എടാ നേരത്തെ 3 കൊണ്ടുള്ള ഡിവിഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്, അത് മാറിയിട്ട് പ്രാവശ്യം ആരെക്കുറിച്ചാണ് പറയുന്നത് മക്കളെ? 4 കൊണ്ടുള്ള ഡിവിഷനാണ് പറയുന്നത്. നമുക്ക് എഴുതി തുടങ്ങാം. ഏറ്റവും ആദ്യം ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന ആളെ 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന നമ്പറുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എഴുതുന്നു numbers living remainder 1 on division by 4 1 on division by 4. മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതുക മക്കളെ? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ലഭിക്കുന്ന സംഖ്യകൾ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ശീലമുണ്ട്, നമ്മൾ ഏറ്റവും ആദ്യം എഴുതുക 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കും. ആരൊക്കെയാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ്? 4, 8, 12, 16 എക്സെട്ര. അങ്ങനെയാണോ? ഇയാളെയാണോ നമുക്ക് വേണ്ടത്? അല്ല, ഇയാളെയല്ല നമുക്ക് വേണ്ടത്. കാരണം ഇയാൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 റിമൈൻഡർ കിട്ടുന്ന, 4 കൊണ്ട് ഹരിച്ചാൽ 0 ശിഷ്ടം ലഭിക്കുന്ന സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. 1 ലഭിക്കുന്ന സംഖ്യകളാണ് ശിഷ്ടം റിമൈൻഡർ. അപ്പോൾ ഇവരോടൊക്കെ 1 കൂട്ടിയിട്ടുള്ള ആളുകൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. 4ന് പകരം 5 എഴുതുന്നു, 8ന് പകരം 9 എഴുതുന്നു, 12ന് പകരം 13 എഴുതുന്നു, 16ന് പകരം എന്ത് എഴുതുന്നുണ്ടാ? 17 എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ആ സെറ്റ് അവിടെ നിങ്ങൾ സൈഡ് കോളത്തിൽ എഴുതിയാൽ മതി മക്കളെ. ഞാനിപ്പോൾ ഇങ്ങനൊരു സോഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മെത്തേഡിലേക്ക് ഇയാളെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സെറ്റ്. അപ്പോൾ ഈ നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. ഇയാളെ മാത്രം മതിയോ? നമുക്ക് പോരാ. ഇതിപ്പോൾ 1 ശിഷ്ടം വരുന്ന 1 റിമൈൻഡർ വരുന്ന ആളെ മാത്രമാണ് നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് 2 മിച്ചം വരുന്ന 2 റിമൈൻഡർ വരുന്ന ആളെയും കൂടി എഴുതണം. എഴുതി നോക്കാം. numbers living remainder 2 on division by 4 2 on division
4. 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം ലഭിക്കുന്ന സംഖ്യകൾ. നേരത്തെ അതേ പാറ്റേൺ തന്നെ മക്കളെ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി വെക്കുന്നു. 4, 8, 12, 16 എക്സെട്ര. ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, ഇപ്രാവശ്യം 2 റിമൈൻഡർ വരുന്ന പറയുമ്പോൾ ഇവരോടൊക്കെ 2 കൂട്ടി എഴുതാൻ തീരുമാനിക്കുന്നു. 6, 10, 14, 18 എക്സെട്ര എന്നുള്ള ആളെ എഴുതുന്നു. നേരത്തെ പോലെ ഞാൻ ഇയാളെ വേണ്ടാന്ന് വെക്കുന്നു. എന്ത് ചെയ്യുന്നുടാ, തൊട്ട് താഴെയുള്ള ആളെ ഇങ്ങോട്ടേക്ക് മാറ്റി നമ്മളെ പേർപ്പസിന് ആവശ്യമായിട്ട് എഴുതുന്നുണ്ട്. മക്കളെ, ഈ കാണുന്ന ആളുകളുടെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു എക്സാമ്പിൾ 1 ചെക്ക് ചെയ്യട്ടെ. ഒന്നാമത്തെ ഒരു ഉദാഹരണം നോക്കി നോക്കാം. പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ. ഞാൻ 5ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 5 × 6 ആൻസർ എത്രയും മക്കളെ കിട്ടുക? 30 എന്നാണ് കിട്ടുക. അത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. ഈ കാണുന്ന 30 ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും വേണടാ, 4 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. അയാളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ ശിഷ്ടം മിച്ചം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം. 30 ഡിവൈഡഡ് ബൈ 4 കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്. 7 ടൈംസ് ആണുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. 7 × 4 28 ആണടാ. അവിടെ റിമൈൻഡർ ആയിട്ട് വരുന്ന ആള് എന്ന് പറയുന്നത് 2 ആണ്. എല്ലാ സ്ഥലത്തും ഇയാൾ തന്നെയാണോ? നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് മറ്റൊരു സ്ലോട്ട് കൂടെ വർക്ക് ചെയ്ത് നോക്കി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ 2 കൂടെ എഴുതുന്നുണ്ട് മക്കളെ. നോക്കിയടാ, എക്സാമ്പിൾ 2. ഇത്തവണ ഞാൻ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് 9ഉം 10ഉമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 9 × 10 എന്നാണ് എഴുതുന്നത്. ആൻസർ 90 ആണ്. അത് ചെയ്തു വെച്ചാൽ പോരാ, നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, 90 ഡിവൈഡഡ് ബൈ 4. 9ൽ എത്ര പ്രാവശ്യമാണ് 4 ഉള്ളത്? 2 ടൈംസ് ആണ്. 2 × 4 8 ആണ്. ഞാൻ ബാലൻസ് 1 കൊടുത്തു, 0 ഇറക്കിയിടുന്നുണ്ട്. 10ലുള്ളത് 2 ടൈംസ് ആണ്. 2 × 4 8 ആണ്. അവിടെയും റിമൈൻഡർ വരുന്ന ആരാണടാ? 2 തന്നെയാണ്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്ത് വരുന്ന സമയത്തും റിമൈൻഡർ ആര് തന്നെ നിൽക്കണടാ? 2 നിൽക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ മെല്ലെ നമുക്ക് എന്തിലേക്ക് പോയി നോക്കാം? ഓൾജിബ്രയിലേക്ക്. നമുക്ക് നമ്മുടെ ബീജഗണിത രീതിയിലേക്ക് പോയി നോക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ വരെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓൾജിബ്രയ്ക്ക് കണക്കാക്കിയിട്ട് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്ന സംഖ്യകളുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ മക്കളെ? 4n+1 ആണ്. തൊട്ട് താഴത്ത് എഴുതാനുള്ളത് ആരാ? നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ കിട്ടുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക 4n+2 എന്നാണ്. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. ഇവരുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാണ്? നമുക്ക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. നോക്കി നോക്കാം. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ആരാ? 4n+1 × 4n+2 എന്നാ ചെയ്യാനുണ്ടാവും. ആൻസർ ഇസ് ഈക്വൽ ടു നോക്കിയാൽ മക്കളെ 4n × 4n. എടാ, നേരത്തെ ചെയ്ത അതേ സ്ലോട്ട് തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. 4n × 4n. 4 × 4 16 ആണെന്നും n × n n² ആണെന്നും നമുക്കറിയാം. ഇനി അടുത്ത ആൾ 4n × 2. 4 × 2 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 8n എന്ന് പറയുന്ന ആൻസർ കിട്ടേണ്ടതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ 4n-ഉമായിട്ട് ഈ കാണുന്ന രണ്ടാൾക്കാരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 ആയിട്ടാണ് കണക്ട് ചെയ്യാൻ. 1 × 4n. 1 × 4n ചെയ്താൽ കിട്ടേണ്ട ആൻസർ 4n തന്നെയാണ്. പ്ലസ് അത് കഴിഞ്ഞിട്ട് 1 × 2 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 2 ആണ്. മക്കളെ, നേരത്തെയും ഇങ്ങനെ ഒരാളെ ചെയ്യാനുണ്ട്. ഈ കാണുന്നതിൽ 8n-ഉം 4n-ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 12n ആണ് എന്നുള്ള കാര്യം എഴുതി വയ്ക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് 16n² പ്ലസ് 12n+2 എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക? ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇയാൾ അത്രയും ചെയ്താൽ മതിയോ? പോരാ. ഈ കാണുന്ന ആൾ നമുക്ക് ഡിവൈഡ് ചെയ്യാനും കൂടിയുണ്ട്. അപ്പോൾ ഓൺ ഡിവൈഡിങ് ബൈ 4. 4 കൊണ്ട് ഹരിച്ചാൽ അല്ലേ? നോക്കിയാൽ മക്കളെ, 16n² പ്ലസ് 12n+2 ഡിവൈഡഡ് ബൈ 4 നമുക്ക് ചെയ്യാനുണ്ടാവുക. ഓരോ ടേമും ഡിവൈഡ് ചെയ്യപ്പെടണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? 16n² ബൈ 4 പ്ലസ് 12n ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4. ഓരോ ടേമും ഡിവൈഡ് ചെയ്യപ്പെടണം. 4ഉം 16ഉം കട്ട് ചെയ്ത് അവിടെ 4n² വരും. 4ഉം 12 3n. എടാ, ഇവിടെ ഡിവിഷൻ നടക്കാത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണെന്നും അവിടുത്തെ ന്യൂമറേറ്റർ അംശം എന്ന് പറയുന്നത് 2 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. വിച്ച് മീൻസ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു ആരായിരിക്കും മക്കളെ? 2 ആയിരിക്കും. അങ്ങനെ ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യുകയാണ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, the difference of product of two numbers at the ends and the 2 in the middle of 6 consecutive natural numbers. അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകളിൽ അറ്റത്തുള്ള 2 സംഖ്യകളുടെയും നടുക്കുള്ള 2 സംഖ്യകളുടെയും ഗുണനഫലം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്തുള്ള ആ എണ്ണൽ സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത് മക്കളെ. അത് എത്ര ആൾക്കാർ? 6 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് നോക്കി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ നമ്പർ 1 നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്തടുത്തുള്ള 6 ആളുകൾ വേണം. ഞാൻ എടുക്കുന്ന നമ്പേഴ്സ് നോക്കി നോക്കിയാൽ മക്കൾ 1 2 3 4 5 6.
ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്കി നോക്കടാ, ഇവർ പറയുന്നു ദ ഡിഫറൻസ് ഓഫ് ടു പ്രൊഡക്ട്സ് ഓഫ് നമ്പേഴ്സ് ടു അറ്റ് ദ എൻഡ്സ്, അറ്റത്തുള്ള രണ്ടാളുകൾ അല്ലേ, അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് ആദ്യം അയാളെ തന്നെ കൺസിഡർ ചെയ്ത് കളയാം. അറ്റത്തുള്ള രണ്ടാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 1ഉം 6ഉമാണ് ഇവിടെ അറ്റത്തുള്ള ആളുകൾ. അപ്പോൾ അവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. 1 × 6 ചെയ്താൽ 6 ആണ് ആൻസർ കിട്ടേണ്ടത്. റെഡി? അടുത്തത് ആരാടാ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദ മിഡിൽ ടു, നടുക്കുള്ള രണ്ട് സംഖ്യകൾ എന്നാണ് അടുത്ത് പറയുന്നത്. ഇവിടെ നടുക്കുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3ഉം 4ഉം ആണ്. അപ്പോൾ അടുത്ത പേർ ചെയ്യാറുണ്ടാവുക 3 × 4 ആണ്. ആൻസർ എത്രയും മക്കളെ കിട്ടുക? 12. അവരുടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, വ്യത്യാസം കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 12 - 6. ആൻസർ വരേണ്ടത് 6 എന്നാണ്. ഓക്കെ ആണല്ലോ? എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കി നോക്കാം. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. നോക്കി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ 2 വർക്ക് ചെയ്യുന്നുണ്ട് മക്കളെ. രണ്ടാമത്തെ എക്സാമ്പിൾ 2. എടാ, അതിൽ അടുത്തടുത്തുള്ള 6 ആൾക്കാരാവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാനതുകൊണ്ട് 1 സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എഴുതുക. 2, 3, 4, 5, 6, 7. ഇങ്ങനെയായാലും അടുത്തടുത്തുള്ള ആളുകൾ തന്നെയാണല്ലോ. അപ്പോൾ ഇതിൽ അറ്റത്തുള്ള രണ്ടാളുകൾ എന്ന് പറയുമ്പോൾ 2ഉം 7ഉം ആയിരിക്കും ഉണ്ടാവുക. നോക്കിയാൽ മക്കളെ, 2 × 7 = 14. ആദ്യത്തെ ആളെ കിട്ടി. ഇനി മിഡിൽ ഉള്ള രണ്ടാളുകൾ എന്ന് പറയുമ്പോൾ 4 × 5 ആയിരിക്കും, അല്ലെ 4ഉം 5ഉം ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ 4 × 5 ആൻസർ = 20 എന്ന് എഴുതുന്നുണ്ട്. ഇവിടുത്തെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻസ് = 20 - 14. ആൻസർ വരേണ്ടത് 6 ആണ്. ഇനി നമുക്ക് ഇയാൾ ഓൾജിബ്രിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, നോക്കൂ മക്കളെ. ലെറ്റ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു, ഈ പറയുന്ന സംഖ്യകളെ ആദ്യത്തെ ആളെ എക്സ് എന്നും രണ്ടാമത്തെ ആളെ x+1 എന്നും അത് കഴിഞ്ഞിട്ടുള്ള ആളെ x+2 എന്നും അത് കഴിഞ്ഞിട്ടുള്ള ആളെ x+3 എന്നും അത് കഴിഞ്ഞ് x+4 ആളെന്നും അത് കഴിഞ്ഞിട്ടുള്ള ആളെ x+5 എന്നും വിളിക്കുന്നുണ്ട്. എണ്ണി നോക്കണേ. 1, 2, 3, 4, 5, 6. നമ്മൾ 6 ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ടാ? സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് അറ്റത്തുള്ള രണ്ടാളുകളെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കണം അല്ലേ. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആളുകൾ അവിടെയാണല്ലോ. അപ്പോൾ ഇവിടെ അറ്റത്തുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എക്സും x+5ഉമാണ് എന്തെന്ന് പറയുന്നത് അറ്റത്തുള്ള ആളുകൾ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ പ്രോഡക്റ്റ് ചെയ്യാനുണ്ടാവുക x × x+5 ആണ് ആദ്യം ചെയ്യാനുണ്ടാവുന്ന പ്രോഡക്റ്റ്. x × x ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് x² ആണെന്നും അത് കഴിഞ്ഞ് x × 5 ചെയ്താൽ കിട്ടേണ്ടത് 5x ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി x² + 5x എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി മിഡിൽ ടു, നടുവിലുള്ള രണ്ടാൾക്കാരെ കുറിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നടുവിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാണുന്ന രണ്ടാൾക്കാരാണ്. ഞാൻ അവരെ സെലക്ട് ചെയ്യാം. x+2ഉം x+3ഉമാണ്. അപ്പോൾ അടുത്ത ആൾ x+2 × x+3 എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക. നോക്കി നോക്കിയേ, x × x ആരാണ്? x² ആണ്. പ്ലസ് അടുത്തത് x × 3 ആരാണ്? 3x ആണ്. അടുത്തത് ചെയ്യാനുള്ളത് 2 × x ആരാണ്? +2x ആണ് റിസൾട്ട് ഉണ്ടാവുക. ഇനി 2 × 3 ആണ് ചെയ്യാനുള്ളത്. +6 എന്നാണ് റിസൾട്ട്. നമ്മൾ മുന്നേ ഡീൽ ചെയ്ത പോലെ 3xഉം 2xഉം കൂടി ആഡ് ചെയ്തിട്ട് അവിടെ 5x എന്ന് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയേ, x² + 5x + 6 എന്നായിരിക്കും അയാളുടെ എന്ത് കിട്ടുന്നുണ്ടാവുക? റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. നമുക്ക് എന്തുകൂടി കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ? ഡിഫറൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വലുതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെറുത് എടുത്ത് കളയാം. അങ്ങനെയാണല്ലോ നമ്മുടെ നമ്പേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നു. x² + 5x + 6 എന്ന് പറയുന്ന വലിയ ആളിൽ നിന്നും x² + 5x എന്ത് ചെയ്യുന്നു മക്കളെ? മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. നോക്കി, x² ക്യാൻസൽ ചെയ്യപ്പെടുന്നു. x² പോയി കഴിഞ്ഞാൽ 0 ആണ്. 5x നിന്ന് 5x പോയാൽ 0 ആണ്. അയാളെ ഇനി ബാക്കിയില്ല. ഇനിയിപ്പോൾ ഇവിടെ ആകെ ബാക്കി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റിയ ടേം ആരാണടാ? 6 ആണ്. വിച്ച് ഇസ് അവർ ആൻസർ. 6 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അയാളെ ഓൾജിബ്രിക്കലി എന്ത് ചെയ്യാണ് മക്കളെ? പ്രൂവ് ചെയ്ത് വെക്കുകയാണ്. മക്കളെ, ആ പേജിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ ഇസ് ബിലോ ഇസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 36 × 28. 38 × 26 ഗുണിക്കാനുള്ള ഒരു മെത്തേഡ്, പുതിയൊരു മെത്തേഡ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊന്ന് മക്കൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതാണ് ആ പറയുന്ന എന്തെന്ന് പറയുന്നത് പുതിയ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ചെക്ക് ദിസ് ഫോർ സം അതർ പ്രോഡക്ട്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. മറ്റ് ചില 2 അക്ക സംഖ്യകളിൽ ഈ രീതി പരീക്ഷിക്കുക. എടാ, ഞാൻ അങ്ങനെ 42 × 36 കണക്കാക്കിയിട്ടുള്ള സെയിം രീതി എന്ത് ചെയ്തിട്ടുണ്ട്? താഴത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇയാൾ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 42 × 36 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ട ഡയറക്റ്റ് ആൻസർ 1512. അതിന് വേണ്ടിയിട്ട് അവർ മറ്റൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ ഞാൻ ആ മെത്തേഡ് മക്കൾ നോക്കി സെയിം സാധനം ഈ പാറ്റേൺ അതുപോലെ നോക്കിയിടാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 3 × 2 6, ഈ കാണുന്ന 3ഉം 2ഉം കൂടി ഉപയോഗിച്ചിട്ടാണ് അവർ 6 എന്ന് പറഞ്ഞ് ആ കിട്ടിയ 6നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 600 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി 3 × 8, 3 × 8ഉം അതേപോലെ തന്നെ 6 × 2ഉം ഈ രണ്ടാൾക്കാരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആളെ പ്ലസ് ചെയ്തു 36, 36നെ 10 കൊണ്ട് ഗുണിച്ച് 360 എന്ന് എഴുതിയിട്ടുണ്ട്. അവസാനം ബാക്കിയുള്ള ആളുകൾ 6 × 8, ഓക്കെ, 48. ഇതെല്ലാം കൂടി ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് 1008 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സെയിം പാറ്റേണിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നോക്കി നോക്കി, 4ഉം 3ഉം ഗുണിച്ചിട്ട് 12 മൾട്ടിപ്ലൈ ചെയ്ത് 12, അയാളെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1200 എന്ന് എഴുതി. ഓക്കെ. ഇനി 4 × 6ഉം അതേപോലെ 2 × 3ഉം ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പ്ലസ് ചെയ്തു 30 കിട്ടിയത്. 30 × 10 ചെയ്തപ്പോൾ 300 എന്ന് കിട്ടി. ബാക്കി ഉണ്ടായിരുന്ന അവസാനത്തെ രണ്ടാൾക്കാർ 2 × 6 ചെയ്ത് 12 കിട്ടി. എല്ലാവരെയും കൂടെ കൂട്ടിയപ്പോൾ 1512 സെയിം സാധനം തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും കിട്ടിയത്. എടാ, നമ്മളോട് പറഞ്ഞത് ഈ കാണുന്ന ആളെ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളെ പറയുന്നത്. നമുക്ക് നോക്കിയൊക്കെ എങ്ങനെയാണ് ഓൾജിബ്രിക്കലി ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. പോരാത്തതിന് മക്കൾക്ക് ഇവിടെ ഒരു ക്ലൂ കൂടെ തന്നിട്ടുണ്ട്. റീകോൾ ദ ജനറൽ ഓൾജിബ്രൈക് ഫോം 10m + n of a 2-digit number of class 7. 7ാം ക്ലാസ് പഠിച്ചത് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ 2 2-digit നമ്പറുകളാണ് ഉള്ളതെന്ന് പറയുന്നു അല്ലേ. 2 2-digit നമ്പറുകളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്ന മക്കൾ ശ്രദ്ധിച്ചേ. ലെറ്റ് 2-digit number equal to, let 2-digit numbers equal to ആരൊക്കെയാണടാ? ഒരാൾ 10m + n എന്ന് പറഞ്ഞ ആളും ആയിക്കോട്ടെ, ആൻഡ് അടുത്ത ആൾ 10a + b എന്ന് പറഞ്ഞിട്ടുള്ള 2 നമ്പർ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കേട്ടോ. ഇപ്പോൾ 10x + y-യും 10a + b എന്നൊന്നും പറയുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ 10m + n-ഉം അതുപോലെ 10a + b ആണ് 2 നമ്പറുകളായിട്ട് എടുത്ത് മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതുക മക്കളെ? 2 അക്ക സംഖ്യകൾ സമം 10m + n, 10a + b എന്ന് എഴുതുക. ഇതെന്താ ഇങ്ങനെ ഈ 10m + n എന്ന് എഴുതുന്നതിന് വലിയ സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ കാണുന്ന 36 എന്ന് പറയുന്ന സംഖ്യേനെ നമുക്ക് 3 × 10 + 6 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ആൾ m, ഈ കാണുന്ന ആൾ n. ഇയാൾ m-ഉം ഇയാൾ n-ഉമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ശരി, നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നമ്മുടെ ഈ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ ആൻസറാണ് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വയ്ക്കാം. കാരണം അപ്പോഴല്ലേ ഈ മെത്തേഡിലൂടെ നോക്കിയിട്ട് ശരിയാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടത്. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ഈ കാണുന്ന ആളുകളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നോക്കിയേ, 10m + n × 10a + b ആണല്ലോ മക്കളെ. നോക്കിയടാ, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 10m × 10a. എടാ, 10ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ട ആൾ 100 ആണ്. പോരാത്തതിന് അവിടെ ആരുണ്ട്? ഒരു എമ്മും ഉണ്ട്, എയും ഉണ്ട്. അപ്പോൾ 100ma എന്ന് എഴുതുന്നുണ്ട്. പ്ലസ് അടുത്ത ആൾ 10n × b, എളുപ്പമാണ് എഴുതാൻ വേണ്ടി 10mb എന്നാണ് എഴുതാനുണ്ടാവുക. പ്ലസ് അത് കഴിഞ്ഞിട്ട് എഴുതാനുള്ള ആൾ n × 10a, അയാൾ നമുക്ക് 10na എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലസ് അടുത്ത ആൾ ഈ n × b-നെ നമുക്ക് സിമ്പിളായിട്ട് nb എന്നാണ് എഴുതാനുണ്ട്. അപ്പം നിങ്ങൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഏത് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നതെങ്കിലും ഇയാളായിരിക്കണം ആര് എന്ന് പറയുന്നത് മക്കളെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെടാ, ഇനി നമുക്ക് നമ്മുടെ മുകളിലെ മെത്തേഡിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൾജിബ്രയിലേക്ക് മാറ്റി എഴുതാം. എടാ, 36 × 28, അതിന് പകരം നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ആൾ എന്ന് പറയുന്നത് 10m + n × 10a + b ആണ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ 2 ആളുകളെയാണ് അവർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് 3 × 2 എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരാ ചെയ്യേണ്ടാവുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 36 28 എന്നാണല്ലോ മക്കൾ കാണുന്ന. നോക്കി, 3 6 2 8 ഇങ്ങനെയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ആദ്യത്തെ 2 ആളുകളെയാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 ആളുകളെ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കണം. ഈ കാണുന്ന സ്ഥലത്ത് 3ഉം ഈ കാണുന്ന സ്ഥലത്ത് 6, ഈ കാണുന്ന സ്ഥലത്ത് 2, ഈ കാണുന്ന സ്ഥലത്ത് 8. നോക്കണം, ഇവിടുന്ന് 3നെയും അതേപോലെ 2നെയാണ് അവർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10 എടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ഉള്ള ആദ്യത്തെ ആൾ m ആണ്, അതുപോലെ a ആണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. m × a എന്നാണ് ആദ്യം എഴുതുന്നത്. ഓക്കെ, അയാളുടെ ആൻസർ ma എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവർക്ക് ഇവിടെ 6 കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയ ആൻസർ ma ആണ്. ആ കാണുന്ന 6നെ അവർ ഫസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ma-നെ നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടിയ ആൻസർ നമുക്ക് എഴുതാം 100ma എന്ന് പറയുന്നതാണ് അവിടെ ആൻസറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അവരെന്താ ചെയ്തതെന്ന് നോക്കിയാൽ മക്കളെ, 3 × 8 ശ്രദ്ധിക്കണേ. 3 × 8 ആദ്യത്തെ ആൾ അവസാനത്തെ ആൾ. ഇവിടുത്തെ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് m ആണ്, അവസാനത്തെ ആൾ എന്ന് പറയുന്നത് b ആണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയായിരിക്കും ഇവിടെ എഴുതാനുണ്ടാവുക? m × b അല്ലേ. അത് കഴിഞ്ഞിട്ട് പ്ലസ് സൈനാണ് കൊടുത്തിട്ടുള്ളത്, ബ്രാക്കറ്റ് തുറക്കുന്നു. വീണ്ടും
ഇനി അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ 6 × 2 അല്ലേ, ഇവിടുത്തെ അവസാനത്തെ ആൾ ഇവിടുത്തെ ആദ്യത്തെ ആൾ. അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ ആൾ എന്നാണ്, ഇവിടെയുള്ള ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ ഇവിടെ എഴുതാൻ ആരാ ഉണ്ടാവുക മക്കളെ, n × a എന്നായിരിക്കും എഴുതാൻ ഉണ്ടാവുക. വിച്ച് ഇസ് ഈക്വൽ ടു m × b ചെയ്താൽ mb ആണെന്നും n × a ചെയ്താൽ na ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് mb + na എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 36 കിട്ടിയ പോലെ നമുക്ക് കിട്ടിയ ആൻസർ mb + na. അയാൾ എന്ത് ചെയ്യുന്നുണ്ടടാ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ആൻസറിനെ മക്കൾ എന്ത് ചെയ്യണം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 10 × എടാ നേരത്തെ കിട്ടിയ ആൻസർ ഫൈനൽ റിസൾട്ട് ഇയാളാണ്. ഞാൻ അയാളൊക്കെ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയാൽ കൺഫ്യൂഷൻ ആവും. 10 × mb + na എന്ന് എഴുതുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, 10നെ കൊണ്ട് mb മൾട്ടിപ്ലൈ ചെയ്താൽ 10 mb എന്നുള്ളതായിരിക്കും ആൻസർ. പ്ലസ് 10നെ കൊണ്ട് na മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 na എന്ന് പറയുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്ക് രണ്ടാമത്തെ റിസൾട്ട് വേണ്ട ആളെ കിട്ടി. കഴിഞ്ഞ സ്റ്റെപ്പ് ഇല്ല. ഇനി എന്താ ചെയ്താൽ മക്കളെ, 6 × 8 6 × 8 അവസാനത്തെ രണ്ടാളുകൾ തമ്മിൽ, ഇവിടെ അവസാനത്തെ ആളുകൾ എന്നും ബിയുമാണ്. ആ കാണുന്ന സ്ഥലത്ത് നമുക്ക് അയാളെയും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കാം ആണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാനുണ്ടാവുക n × b, ആൻസർ നമുക്കറിയാം NB എന്ന് പറയുന്നതാണ് ആണല്ലോ. അപ്പോൾ അയാളെയും കിട്ടിക്കഴിഞ്ഞു അല്ലേ. വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. നോക്കി, 6 × 8 ഡയറക്റ്റ് ആൻസർ 48 ആണെന്ന് എഴുതുകയായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ ഒന്ന് ബോക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ആരൊക്കെ തമ്മിലാണ് ഇനി ആഡ് ചെയ്യേണ്ടത് നോക്കി നോക്കാം മക്കളെ. ഫസ്റ്റ് കിട്ടിയ ആൾ 100 MA ആണ്, പ്ലസ് രണ്ടാമത്തെ ആൾ 10 MB + 10 NA ആണ്, പ്ലസ് ലാസ്റ്റ് കിട്ടിയ ആൾ എന്ന് പറയുന്ന ആരാടാ, NB ആണ്. മക്കളൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഈ കാണുന്ന രണ്ടാളുകളും സെയിം ആണ്. വിച്ച് മീൻസ് നമ്മൾ അയാളെ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് ഇത് ചെയ്തു വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സംശയം ഉണ്ടാവേണ്ട സാധനം, സാർ ആദ്യത്തെ ആളെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് സാർ എന്താ എമ്മിനെ മാത്രം എടുത്തത് 10 M എടുക്കാഞ്ഞെന്നുള്ളൊരു ചോദ്യം വരും. മക്കളെ അതെന്താ കാര്യം എന്നറിയോ, ഈ കാണുന്ന സ്ഥലത്ത് 3 അല്ല ഇയാൾ, ശരിക്കും 30 ഇയാൾ. പക്ഷേ എന്നിട്ട് പോലും 36ൽ 3 എന്ന് പറയുന്നത് 30 എന്നിട്ട് പോലും മക്കൾ 3 അല്ലേ എടുത്തിട്ടുള്ളൂ. ആ 10നെ മക്കൾ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ M മാത്രം. അത് എനിക്ക് ചെയ്തു വന്ന അവസാനമായപ്പോഴാണ് മക്കൾക്ക് അങ്ങനെ ഒരു സംശയമാണ് ഇവിടെ തോന്നിയേക്കാന്ന് എനിക്ക് തോന്നി. ഞാൻ അയാൾ എന്ത് ചെയ്തത് ആദ്യമേ ഡിസ്കസ് ചെയ്യാതെ ഇപ്പം പറയാനുണ്ടായ കാര്യം ഓക്കെ ആണല്ലോ. അപ്പം അത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ആ സെറ്റ് പേജിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, തീർക്കുകയാണ്. സക്സസ്ഫുള്ളി 66, 67 പേജിലെ ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.